പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിലും എൻ്റെ അനുജത്തിക്ക് ബോൺ ക്യാൻസർ ആയിരുന്നു. അത് വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അതുപോലെ അഭിമുഖങ്ങൾ, വീഡിയോകൾ ഒക്കെ കാണാനിടയായി. അറിഞ്ഞ് കണ്ടു, വായിച്ചു. അദ്ദേഹം ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെയും ചേർത്ത് അധ്യാപകൻ എന്ന് പറയുന്നത്. അതിനും എത്രയും മുമ്പ് ജീവിതം എന്ന അത്ഭുതം എൻ്റെ സുഹൃത്തായ മിനി ടീച്ചറുടെ സഹോദരൻ KS അനിയൻ എഴുതിയ പുസ്തകമാണ് എന്നുള്ള ഒരു ആമുഖത്തോടെ ടീച്ചർ എനിക്കത് തന്നു. ഞാൻ ആ പുസ്തകം കുറച്ച് നാൾ വായിക്കാതെ വെച്ചിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ അന്ന് കിട്ടാത്ത പല അർത്ഥങ്ങളും ഇന്ന് കിട്ടുന്നുണ്ട്. ആ കാലത്ത് എൻ്റെ പ്രായം വേറെ ആയിരുന്നു. ഇപ്പം ഞാൻ ഒരുപാട് കാണുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അധ്യാപകരാണെന്ന് തന്നെ വേണം പറയാൻ. പലതും പഠിപ്പിക്കുന്നവരാണ്. ജീവിതം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ബൈബിളിൽ പറയും, എന്തുടുക്കണം അല്ലെങ്കിൽ എന്ത് കഴിക്കണം എന്നോർത്ത് വേവലാതിപ്പെടേണ്ട. ഭക്ഷണത്തേക്കാൾ വലുതാണ് ജീവൻ, വസ്ത്രത്തേക്കാൾ വലുതാണ് ശരീരം എന്ന് പറയും. എന്ന് പറയാതെ, സുവിശേഷത്തിലൂടെ അല്ലാതെ സ്വന്തം ജീവിതത്തിലൂടെ തന്നെ പറയാൻ ശ്രമിച്ച ഒരാളാണ് ഡോക്ടർ VP ഗംഗാധരൻ. അദ്ദേഹം പല നിലകളിൽ ആളുകൾക്ക് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ആതുര സേവനമാണെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അതിലേറെ ആത്മീയമായിട്ടുള്ള ഒരു ആതുര സേവനവും കൂടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം ജീവിതം തന്നെയാണ് അതിൻ്റെ സാക്ഷ്യപത്രം. KKTM സീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഞങ്ങളുടെ തറവാട് എന്ന് തന്നെ പറയാം. KKTM സീഡിൻ്റെ ഒരു ബന്ധു വീട് തന്നെയാണ് അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 6-7 കൊല്ലമായി തന്നെ എന്ത് പ്രതിസന്ധി ഘട്ടം അക്കാദമികമായിട്ടാകട്ടെ, അതല്ലെങ്കിൽ കോളേജിലെ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാകട്ടെ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം പൊങ്ങി വരുന്ന പേര് KKTM സീഡ് എന്നുള്ളതാണ്. അപ്പം നിരന്തരമായി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ഒരു പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ കോളേജ് സമകാലികമായി എപ്പോഴും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തെ എപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ട് വിദ്യ അഭ്യസിച്ചിരുന്ന ഒരു ഗുരുകുലമാണ് കൊടുങ്ങല്ലൂർ ഗുരുകുലം എന്ന് പറയപ്പെടുന്നുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ ഉൾപ്പെടെയുള്ള കീഴ്ജാതിക്കാരെ അവിടെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ എപ്പോഴും ചേർത്ത് നിർത്തുകയും പരസ്പരം പങ്കിടുകയും ചെയ്യുന്ന ആ ഒരു സംസ്കാരം ഒരുപക്ഷെ അവിടുത്തെ അധ്യാപകർക്ക് പോലും പഠിപ്പിച്ചു കൊടുക്കുന്ന തരത്തിലാണ് KKTM സീഡ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പലപ്പോഴായി ഇപ്പോൾ ഇവിടെ തിരിയിട്ട ഈ വിളക്ക് കാണുമ്പോഴാണ്, പണ്ടൊന്നും ഞാൻ വിളക്ക് കൊളുത്താറൊന്നുമില്ല, എനിക്കതിനോടൊക്കെ ഒരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, ഇത് ഒരു തരത്തിലൊരു സൂചകമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന 15 അതുപോലെ 7-8 വയസ്സുള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും മാതൃകയായി നിൽക്കാവുന്ന, പരസ്പരം സ്നേഹിക്കുക എന്നതിൽ പരം മികച്ച ഒരു പാഠം യാതൊന്നുമില്ല. പരസ്പരം കണ്ടറിയുക, തുണ നിൽക്കുക, അത്തരത്തിലുള്ള ഒരുപാട് സന്ദേശങ്ങളാണ് വാസ്തവത്തിൽ ഇവിടെ നടന്ന എൻഡോമെൻ്റ് വിതരണത്തിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മലയാളം വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും പറയേണ്ടതില്ല. അപ്പോൾ എന്ത് പ്രശ്നമുള്ളപ്പോഴും കുട്ടികൾ ടീച്ചറെ KKTM സീഡിനോട് പറഞ്ഞാലോ എന്ന് കുട്ടികളിപ്പോൾ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇവിടെ 5 കൊല്ലം പഠിച്ച സ്നേഹയ്ക്കറിയാം, ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അവർ നമുക്ക് കോളേജിൽ ഇപ്പോൾ ഡയറക്ടറേറ്റിലേക്ക് എഴുതി അറിയിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ സീഡിനോട് അങ്ങനെ കൂട്ടാം. ഞാൻ പറഞ്ഞു KKTM സീഡ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റൽ സംഘടനയൊന്നുമല്ല, ഗവൺമെൻറ്റാണ് ചെയ്തു തരേണ്ടത്. നമുക്ക് KKTM സീഡിനോട് അറ്റ കൈക്ക് അവരെ ഉപദ്രവിക്കാവുള്ളൂ. കാരണം അവരൊരു ചാരിറ്റബിൾ സംഘടനയും കൂടിയാണ്. നമുക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്തു, അവർക്ക് തന്നെ അറിയാം. ബൈൻഡ് ചെയ്ത് വെച്ച ഓരോ വോള്യൂംസും കുട്ടികളെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ, അതേപോലെ നിരവധിയായിട്ടുള്ള പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ കൊറോണ കാലത്ത് ഫോണുകൾ തരലാവട്ടെ, അതല്ലെങ്കിൽ TV വീടുകളിൽ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ളതായ എല്ലാ സൗകര്യങ്ങളും, എല്ലാ തരത്തിലുള്ള മാനസികവും അതുപോലെ അക്കാദമികവും ഒക്കെ ആയിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ള ഒരു സംഘടനയാണ്